നമസ്കാരം. കേരളത്തിൽ സംഘികൾ ഒരു സിനിമയെ എതിർത്താൽ ആ സിനിമ വിജയിക്കും എന്നൊരു അന്ധവിശ്വാസം ഇപ്പോഴും സിനിമാക്കാരിൽ ചിലർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ അവസാനമായിട്ട് ഇറങ്ങിയ ചില സിനിമകളുടെ വിധി ശരിക്ക് പഠിച്ചിട്ടില്ല എന്നേ പറയാനുള്ളൂ. പൃഥ്വിരാജിൻ്റേതായിട്ട് അവസാനം ഇറങ്ങിയ സിനിമയുടെ പേര് പോലും എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതും പരാജയപ്പെട്ടു പോയതും അറിഞ്ഞിട്ട് കൂടിയില്ല. അതേപോലെ തന്നെ ഷെയ്ൻ നിഗത്തിൻ്റേതായിട്ട് വന്ന ഒരു സിനിമയുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. പൊട്ടിത്തകരുകയാണ് അത് ചെയ്തത്. തിയേറ്ററിൽ വൻ നഷ്ടമായിരുന്നു ഈ രണ്ട് സിനിമകളും അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ചർച്ചകളും മറ്റും അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് ഒരു സൈഡിൽ മാത്രമാണ്. മറ്റൊരു സൈഡ് ഇതിനെ ഒരു തരത്തിലും മൈൻഡ് ചെയ്തതേയില്ല. അവർ അങ്ങേയറ്റം അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. യാതൊരു തരത്തിലുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും തങ്ങളുടെ പോസ്റ്റിലൂടെയോ കമൻറ്റിലൂടെയോ ഒന്നും വരാതിരിക്കാൻ സംഘികൾ വളരെയേറെ ശ്രദ്ധിച്ചു. അതിൻ്റെ ഫലം ഒരു സൈഡിൽ നിന്ന് ഇത് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർ പോലും പരാജയപ്പെട്ടു. കാരണം ഇത് ഏറ്റുപിടിക്കാനോ തിരിഞ്ഞു നോക്കാനോ സംഘികൾ പോയില്ല. ഫലം ആ സിനിമ രണ്ടും പൊട്ടിത്തകരുകയുണ്ടായി. എന്നിട്ടും പാഠം പഠിക്കാത്ത ചിലർ, അതിൽ മലയാളത്തിൻ്റെ ഇമ്മണി വലിയ നടനായ മമ്മൂട്ടി പോലും ഉണ്ട്. മമ്മൂട്ടിയും ആസിഫ് അലിയും അതേപോലെ തന്നെ നസ്രീനുമൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു മട്ടാഞ്ചേരി ടീമിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. അവർ ആ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. ആ സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അയാൾ ഇതിനു മുമ്പ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് എന്നുകൂടി ഓർക്കുക. ഇവിടെയാണ് മമ്മൂട്ടിയുടെ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കേണ്ടത്. വയനാട്ടിലെ ടൗൺഷിപ്പ് കാണാൻ പോയ ഈ സർക്കാരും ജനങ്ങളും എല്ലാവരും കൂടി പണിത് കൊടുക്കുന്ന ടൗൺഷിപ്പ് കാണാൻ പോയപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്, താനെന്തിനാണ് എൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദത്തിലായ അതേ മമ്മൂട്ടി തന്നെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധായകൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ പേര് ഈ സിനിമയ്ക്ക് ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ സംഘികൾ അത് വലിയ വിവാദമാക്കുകയും അത് വാർത്തയാക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സംഘികൾ ഇത് അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. അദ്ദേഹം ഇട്ട പോസ്റ്റിന് താഴെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റിനും ഉള്ള പോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഉണ്ട്. ഈ അപൂർവമായിട്ട് മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ് മമ്മൂട്ടി എന്ന് സ്വയം സമ്മതിച്ചു എന്ന തരത്തിലും ചില കമൻറ്റുകളുണ്ട്. ഇതിലുപരി സംഘികളിൽ അറിയപ്പെടുന്ന, അതായത് നല്ല റീച്ചും മറ്റുമൊക്കെയുള്ള ആളുകൾ ഷെയറൊക്കെ ചെയ്യുന്ന അത്തരം ആളുകളൊന്നും ഈ സിനിമയുടെ പേരിനെ പറ്റിയോ ഇങ്ങനൊരു സിനിമ വരാൻ പോകുന്നതിനെ പറ്റിയോ അറിഞ്ഞ ഭാവം തന്നെ നടിച്ചിട്ടില്ല. തങ്ങളായിട്ട് ഇത് 4 പേരെ കൂടുതൽ അറിയിക്കില്ല എന്നവർ ഉറപ്പിച്ചിരിക്കുകയാണ്. യാതൊരു വിസിബിലിറ്റിയും ഒരു സൈഡിൽ നിന്ന് കൊടുക്കില്ല എന്നവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് സംഘികളെ കൊണ്ട് വലിയ വാർത്തയും വിവാദവും ഒക്കെ ആക്കി ഹൈപ്പ് കൂട്ടിയിട്ട് ഇറങ്ങുന്ന ഉടൻ തന്നെ വലിയ ഹിറ്റടിക്കാം എന്ന വ്യാമോഹത്തോടെ ഒരുക്കി കൊണ്ടുവന്ന ഒരു സിനിമ തുടക്കത്തിൽ തന്നെ 3G ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഘികൾ എതിർത്താൽ ഇവിടെ ഒരു സിനിമ വിജയിക്കും എന്നൊരു അന്ധവിശ്വാസം പൊളിയുന്നതിനൊപ്പം തന്നെ സംഘികൾ പരിഗണിച്ചില്ലെങ്കിൽ, അവർ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ആ സിനിമ തിയേറ്ററിൽ തകരും എന്നതിന് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ 2 ചിത്രങ്ങൾ ഉദാഹരണമാണ്. അത് അവർ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മെഗയുടെ അല്ല ആരുടേതാണെങ്കിലും ഇത്തരം ചില കുത്സിത ചിന്താഗതിയോടുകൂടി പേരും കഥയുമൊക്കെ ആയിട്ട് വരുന്ന ചില സിനിമകളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് സംഘികളുടെ തീരുമാനമെന്ന് തോന്നുന്നു. അതിനാൽ മട്ടാഞ്ചേരി മാഫിയ എന്നല്ല, ഇനിയിപ്പോൾ ലവ് ജിഹാദ് എന്ന് പേരിട്ട് വന്നാലും അവർ അതിൽ കയറി തൂങ്ങാനോ ഏറ്റുപിടിക്കാനോ വരുന്നില്ല. ഫലം ഇത് ഒരു വിഭാഗം ആളുകൾ അറിയാതെ അനിവാര്യമായ പരാജയത്തിലേക്ക് ആ സിനിമ കൂപ്പുകുത്തുക തന്നെ ചെയ്യും എന്നതാണ്. അത് പൃഥ്വിരാജിൻ്റെ അവസാനത്തെ സിനിമയും ഷെയ്ൻ നിഗത്തിൻ്റെ അവസാനത്തെ സിനിമയും അതിൻ്റെ കയ്പ് നീർ കുടിച്ചതാണ്. അത് നിർമ്മിച്ച നിർമ്മാതാക്കൾ കുത്തുവാള എടുത്തു എന്നതിനപ്പുറം അതിന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്.